ഓറഞ്ച് ജ്യൂഷി ഓറഞ്ച് ആരപ്പത്? എല്ലാവർക്കും നമസ്കാരം. ഈയിടെയായിട്ടേ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാട്ടപരാധങ്ങളുണ്ട്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിക്കണത്. എന്നാ പിന്നെ അധികം സമയം കളയണ്ട, തുടങ്ങല്ലേ? വരി. അയ്യോ തക്കാളിത്തോട്ടം. അയ്യോ തക്കാളിത്തോട്ടം. എന്താ ദിറ്റങ്ങള് ജീവിതത്തിൽ ആദ്യമായിട്ട് തക്കാളിത്തോട്ടം കാണുന്ന മാതിരി? എന്തപ്പത് കഥ? തക്കാളി തന്നെയല്ലേ, വേറൊന്നുമല്ലല്ലോ. എന്തായാലും ബാക്കിയാണ്. ഇതൊന്നാണ് തക്കാളി തക്കാളി എന്തോന്ന് തക്കാളി പക്കാളി വള്ളിന്നൊക്കെ എന്തൊക്കെ ഈ പറയുന്നത്? ആ അത് മറ്റാൾക്കാരാണേ. ഇയാൻ പാറ്റ ബാംബു ബോയ്സ് എന്നൊക്കെ പറയണ മാതിരി ബാംബു ഗേൾസ്. ഇയാൻ പാറ്റ ബാക്കിയാണ്. അതാരാ? ഓറഞ്ച് ജ്യൂഷി ഓറഞ്ച്. സാധാരണ ചില ആൾക്കാരെ ഞെട്ടുമ്പോഴട്ടൊക്കെ ലൂസാകുള്ളൂ. ഇത് മൊത്തത്തിൽ ലൂസായിക്കാന്ന് തോന്നുന്നു. എവിടുന്നോ കടന്നിൽ കൂട്ട് ഇളകി വന്നമാരേ ഒക്കെ പാടെ റോട്ടിൽ ഇറങ്ങിക്ക. ആ എന്നിട്ട് ഞങ്ങൾ അവരുടെ സാധനം എടുത്തതിന് പറയുമോ? ഇല്ല. നല്ല മണം. അതാരാ? ഓറഞ്ച് ജ്യൂസ് എന്താ തൊണ്ടും കൊണ്ട് കാട്ടണേ? വല്ല പൈക്കള് കാടിവെള്ളം കണ്ടമാരി എന്നൊക്കെ കാട്ടണു. എന്തായാലും കുട്ടികളെന്ന് പറയണ ഈ മുതുക്കികളില്ലേ, ഓല് സേഫാണ്. കാരണം അമ്മന്റെ കൂടെ. ഹൗ വല്ലാത്ത ആദി. ഇയാൻ പാറ്റ ബാക്കിയാണ്. ഇതിനൊരു 10 മണിക്കൊരു കായുണ്ടോ, പതുക്കെ പറിക്കണോ. അറിയില്ല മതി. മതി ഇറങ്ങിക്കോ. എടാ വേണ്ടടാ. ഹായ് നല്ല പാട്ട്. തക്കാളി 3 കൊല്ല തക്കാളി. അല്ലോ ഞാനത് മറന്നിക്ക. എന്റെ പൊന്നാര മക്കളെ, ദയവ് ചെയ്ത് ഈ കൊലന്റെ പാട്ടൊന്നും പാടരുതേ. ആ ജാസിന്റെ കൊലന്റെ ചർച്ച എപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ ഈ പാട്ട് കേട്ടിട്ട് വേണം ജാസി പറയാന് ഓനെ കളിയാക്കിയിട്ട് കൊലപ്പാട്ട് പാടിയെന്ന് പറയാന്. എന്തിനാ വേണ്ടാത്തി നിക്കണേ? അപ്പൊ അത് വിട്ടുപിടിക്കും. അതുകൊണ്ടേ കാക്കാന്റെ കുട്ടികളെ വേഗം വീട്ടിൽ പോവാൻ നോക്കി. അയ്യോ ഇതേതോ മുന്തിയ അനങ്ങളാ. കണ്ടില്ലേ ക്യൂട്ട്നെസ് ഒക്കെ തൂറി എറിയണു. എന്തായാലും ഇവരൊക്കെ പാടെ കണ്ടപ്പോഴേ ആ തക്കാളിത്തോട്ടേ ഒരു നിമിഷം ഇല്ലാണ്ടായിട്ടുണ്ടാവും. പാവം തക്കാളിത്തോട്ടം. ഇവരെ പോലുള്ള ആൾക്കാരില്ലേ ഈ റോട്ടിലിറങ്ങി കാട്ടുന്ന കാട്ടപരാധങ്ങളില്ലേ, അത് സഹിക്കാൻ പറ്റണേലും അപ്പുറാണ്. ചില്ലറ ഇടപാടൊന്നല്ല. ഇതൊന്നും കണ്ടോക്കി. കണ്ടില്ലേ എന്താപ്പത്? ഓരോ മാക്സിം പിന്നെ ചാണകത്തി ചവിട്ടിയമാരി ഓരോ സൂസ് ഇട്ടിട്ടേ റോട്ടിലിറങ്ങി കാണിക്കണ ഓരോ കസർത്തുകൾ കണ്ടില്ലേ? ഇവർക്കൊക്കെ അല്ലേ റോട്ടിലിറങ്ങിയിട്ടേ എന്ത് തോന്നിവാസമാണെങ്കിലും കാണിക്കാം. അതൊന്നും ആരും ചോദിക്കൂല. പ്രത്യേകിച്ചിട്ടേ നമ്മളെ ഏമാമാരും ഇതൊക്കെ കണ്ടുക്കണു. ഏമാമാർ ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചിട്ട് ലാഘവത്തോടെയാണ് അത് വിട്ടത്. ഇക്കണ്ട അപരാധങ്ങളൊക്കെ റോട്ടിലിറങ്ങി കാണിച്ചിട്ടേ അതിന്റെ പേര് 2K. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും റോട്ടിൽ അനുവദിക്കരുത്. പൊന്നാര സഹോദരിമാരെ, നിങ്ങൾക്ക് റീൽസ് എടുക്കണമെന്നുണ്ടെങ്കിലേ വല്ല കാട്ടിലോ മേട്ടിലോ പോയി എടുക്കും. ഓരോ മനുഷ്യന്മാരെ ജീവനും കൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായണ ഈ റോട്ടിൽ തന്നെ വേണോ? അതുപോലറ്റ വല്ല അപ്പാവികളെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ വന്നിട്ട് തട്ടിയാലേ പിന്നെ എല്ലാവരും ഓന്റെ നെഞ്ഞത്തേക്കാക്കരം വണ്ടി ഓടുന്ന കുണ്ടിമ തട്ടിച്ചു എന്നിട്ട്. അതുകൊണ്ടേ അവനാന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്സ് കൊണ്ടേ ദയവ് ചെയ്ത് പബ്ലിക്കിൽ ഇറങ്ങിയിട്ടേ ഇമാതിരി തോന്നിവാസം കാട്ടാതിരിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മറ്റേ ജാസി കാട്ടിയില്ലേ, ഓരോ പാർട്സിനും വലിയ വില കൊടുക്കേണ്ടി വരും.
തീർന്നിട്ടില്ല. റോട്ടിൽ മാത്രല്ല വീട്ടിലും ഇമാതിരി ക്യൂട്ടപരാധങ്ങൾ ചെയ്യണ കുറെ ആൾക്കാരുണ്ട്. ഇത് അതൊന്നും കണ്ടോക്കി. ഗൈസ് ഐശോടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്, നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം. വാ 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 വാ. എന്താപ്പത്? ആയിഷുവിന്റെ ചങ്കിലെന്താ പൂച്ച വെറ്റി കിടക്കുന്നുണ്ടോ? ഇതൊന്നല്ല, ഇതൊരു പ്രാങ്കാണ്. അതാണ് ഏറ്റവും വലിയ സത്യം. രണ്ടാള് അറിഞ്ഞുകൊണ്ടുള്ള പ്രാങ്ക്. ഇങ്ങോട്ട് കൊല്ലേ. എന്തായാലും ഇത് ഫുള്ള് കാണാനുള്ള ശക്തി പടച്ചോനിക്ക് തരട്ടെ അല്ലേ? എന്തായാലും ബാക്കിയാണ്. അതിനൊന്നും ഇല്ലല്ലോ. എന്താ ജോമു? ഇത് റൂട്ട് മാറുന്നുണ്ടോ? എനിക്ക് തോന്നിയതാക്കറല്ലേ? ഹേയ് ഇതല്ല. ഹൗ വല്ലാത്ത ആദ്യ പ്രാങ്ക്. പ്രാങ്ക് മുന്നോട്ട് തന്നെ പോട്ടെ. പിന്നെ ഒരു കാര്യം സുഹൃത്തുക്കളെ, ക്യാമറ പിടിക്കണത് ജോമു അല്ലാട്ടോ, ഏതോ ഒരു കോമുമാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. എന്നിട്ട് എന്തോ ജോമു കാണിച്ചു തരാമേ ഞാൻ. ഗൈസ്, ജോമു കുറച്ചു നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യാനുണ്ട്. നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം. അത് പൊളിക്കും. ഇജങ്ങോട്ട് പ്രാങ്ക് ചെയ്യുന്നു, നമ്മളുണ്ട് കൂടെന്ന്. കാണിച്ചു തരാം. ജോമു ഒഴിക്കട്ടാ? നിനക്ക് ഒഴിക്കണോ? എങ്കിൽ ഒഴിച്ചോ. അയ്യോ അടിക്കല്ലേ. എന്നെ അടിക്കല്ലേ വേണ്ട, എന്നെ കൊല്ലാണ് വേണ്ട. എന്റെ പൊന്നു യജാതി പ്രാങ്ക്. നമ്മളൊക്കെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലണീന് മാരേ ഒറ്റ വടിക്ക് ഒന്നൂടെ ഇവർക്കൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇവരൊക്കെ കാര്യത്തിലേ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ പാടെ കണ്ടിട്ടേ ഞമ്മക്ക് വിരാന്താവും. എന്നാലും എൻ്റെ ഐഷു എങ്ങനെ ഇതൊക്കെ സഹായിക്കണ്? ഞാനിപ്പോൾ അതല്ല ആലോചിക്കണേ, ആ ജോമുവിൻ്റെ ഒരു അവസ്ഥയെ. ജീവിതകാലം മൊത്തം ഇതൊക്കെ സഹിക്കണ്ടേ? തൽക്കാലം പോലും രണ്ടാളും മാത്രം സഹിച്ചോട്ടെ. ഇത് മാത്രല്ല വേറെ ഉണ്ട്. ഇതൊന്നും കണ്ടോക്കി. അമേതവും 4 നേരം വെട്ട് കഴിഞ്ഞ് ആ സ്ഥലത്തിൽ മാനം ചൊട്ടിരിക്കുന്നു. നിങ്ങളെപ്പോൾ കുറഞ്ഞിട്ടുള്ള ഇന്ത്യ, എന്നെപ്പോൾ കുറഞ്ഞിട്ടുള്ള ഇന്ത്യ. അല്ലോ അലൻ ജോർജ് പെരേര എന്താ പറഞ്ഞ? നിന്നെ പോലെ എന്നെ പോലെ ചേരുന്നു. ഈ ചങ്ങായിക്ക് അഭിനയിച്ചാനേ അറിയില്ല, വർത്താനം പറയാനും അറിയില്ലേ. അല്ലെങ്കിലേ ഓൻ പറയണ ഒന്നും മനസ്സിലാവൂല. അതിന് പറ്റിയൊരു മീസിയും. അതിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് വരണ്ടേ? ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. വല്ലാത്ത ജാതി ചങ്ങായി. തൽക്കാലം എത്രയും മതി. ഒക്കെപ്പാടെ താങ്ങൂല. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റണില്ല ഇമാതിരി കൂട്ടപരാധങ്ങൾ കണ്ടിട്ട്. ഞമ്മക്കാണെങ്കിൽ രാവിലെ നീച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് തുറക്കണം. ഇതൊക്കെ കാണില്ലാതെ നിവർത്തില്ലല്ലോ. അപ്പൊ എന്തായാലേ മറ്റൊരു കാട്ടപരാധങ്ങളെ വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.